മലപ്പുറം വാഴക്കാട് 1 കിലോയിലേറെ MDMA പിടികൂടിയ കേസിൽ 2 പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായ മുഹമ്മദ് ഷബീബിനെ പോലീസ് ചോദ്യം ചെയ്തു. മുഹമ്മദ് ഷബീബിന്റെ നിർദ്ദേശപ്രകാരം MDMA എത്തിച്ച അബു താഹിറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 നടിമാർക്ക് വേണ്ടിയാണ് MDMA കൊണ്ടുവന്നതെന്നാണ് മുഹമ്മദ് ഷബീബിന്റെ മൊഴി. വിപിൻ സി വിജയൻ, കേസ് വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആകുന്നു. ദുബായിൽ നിന്ന് MDMA പാൽപ്പൊടിയുടെ കവറിലായി കേരളത്തിലേക്ക് എത്തിക്കുന്നു. എത്തിച്ച സ്ഥലത്ത് നിന്ന് അത് എത്തേണ്ട ആളുകൾ ആരെന്ന ചോദ്യമാണ് ഇതിൽ പ്രധാനമായും ഉയരുന്നത്. 2 സിനിമാ താരങ്ങൾക്കാണ് ഇത് എത്തിക്കേണ്ടതെന്ന മറുപടി പ്രതിയിൽ നിന്ന് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ആർക്കാണ് ഇത് എത്തിക്കേണ്ടിയിരുന്നത്? എന്തെങ്കിലും സൂചനയുണ്ടോ? സുഹൈൽ, ഈ കേസിൽ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയും അതുപോലെ തന്നെ കൊണ്ടോട്ടി ഡിവൈഎസ്പിയും ഈ മുഹമ്മദ് ഷബീബിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 നടിമാർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇത് മലപ്പുറം SP ഈ മൊഴി സ്ഥിരീകരിക്കുന്നുമുണ്ട്. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുകയാണ്. വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് ഇവിടുത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് 510 ഗ്രാം MDMA-യുമായി ഇപ്പോൾ ഹബീബ് പിടിയിലാവുന്നത്. അപ്പോൾ ഷബീബ് പിടിയിലായതിനു ശേഷം ആണ് ഈ ചോദ്യം ചെയ്യലിലാണ് ഈ നിർണായകമായിട്ടുള്ള മൊഴി നൽകിയത്. അതായത് 2 പേർക്ക് വേണ്ടിയാണ് ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയും ഗോവയിലേക്കുമായിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ളത്. ഒമാനിൽ നിന്നാണ് ഇത് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ അബു താഹിർ വഴിയായിരുന്നു. പാൽപ്പൊടിയിൽ ഒളിപ്പിച്ച് കടത്തിയ നിലയിലാണ് MDMA കരിപ്പൂർ വിമാനത്താവളം വഴി ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് 1/2 കിലോയോളം കടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൊഴി എത്രത്തോളം വിശ്വാസയോഗ്യമാണ്, അതിൽ പോലീസിന്റെ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഇന്ന് തന്നെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അബു താഹിർ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സുഹൈൽ.